എല്ലാ സുഹൃത്തുക്കൾക്കും വിജോ ജോൺ കൊല്ലം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സിനിമയിൽ വരണമെന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പക്ഷേ അത് കഷ്ടപ്പാട് ഏറിയ ഒന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം. ഒരു മികച്ച ഷോർട്ട് ഫിലിം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് ഇതിലൂടെ നോക്കാം. ഏതൊരു ഷോർട്ട് ഫിലിമിൻ്റെയും അടിസ്ഥാന ഘടകമാണ് പ്ലാനിംഗ്. പ്ലാനിങ്ങിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്നും എന്തൊക്കെയാണ് ഇതിൽ വേണ്ടതെന്നും എവിടെയൊക്കെയാണ് ഇത് നടത്തേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ഇത് പൂർത്തീകരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമേ പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഏതൊരു ഷോർട്ട് ഫിലിമിൻ്റെയും അടിസ്ഥാന ഘടകം അഥവാ നട്ടെല്ല് എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് ആണ്. ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് സിനിമയുടെ രീതിയും ചിലവുകളും മാറുന്നത്. എവിടെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുള്ളതും. സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നതിലും കാര്യങ്ങളുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കഥ വ്യത്യസ്തമായിരിക്കണം. കണ്ടുമടുത്ത കഥകളെ പോലെ ആയിരിക്കരുത്. ഏത് രീതിയിലുള്ള കഥയായാലും കാഴ്ചക്കാർക്ക് വിഷ്വൽ വിരുന്ന് ആയിരിക്കണം. സ്ക്രിപ്റ്റിന് ശേഷം നമ്മൾ നോക്കേണ്ടത് സഹപ്രവർത്തകരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകൾ ഷോർട്ട് ഫിലിമിന് വിലയേറിയ പങ്കുണ്ട്. അഭിനേതാക്കളെ ഒരുമിച്ചിരുത്തി കഥ വിശകലനം ചെയ്യുന്ന രീതിയാണ് അടുത്തത്. ഇതിനെ ടേബിൾ റീഡിംഗ് എന്നറിയപ്പെടുന്നു. ഇതുവഴി സ്ക്രിപ്റ്റിന്റെ പോരായ്മകൾ പരിഹരിക്കാനും അഭിനേതാക്കളെ പരിശീലിപ്പിക്കാനും കഴിയുന്നു. ഓരോ ഷോട്ടിൻ്റെയും ഗ്രാഫിക്കൽ അഥവാ ഇല്യൂസ്ട്രേഷൻ വരയ്ക്കുന്നതിനെയാണ് സ്റ്റോറി ബോർഡിംഗ് എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് ഓരോ ഷോട്ടും മികച്ചതാക്കാൻ സാധിക്കും. നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എടുക്കുന്ന ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് ഷോട്ടുകൾ എടുക്കുന്നതിനെയാണ് പ്രീവിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എഡിറ്റിംഗ്, ഡബ്ബിംഗ്, ഡയറക്റ്റിംഗ്, സൗണ്ട് മിക്സിംഗ്, പോസ്റ്റർ ഡിസൈനിംഗ്. ഇതൊക്കെ മികച്ചതാണെങ്കിൽ നമുക്കൊരു മികച്ച ഷോർട്ട് ഫിലിം നിർമ്മിക്കാം.